അതായത് നേരത്തെ ഇവിടെ ഈ വനംവകുപ്പിന്റെ അടക്കം ഉദ്യോഗസ്ഥരെത്തിയ ഒരു പരിശോധന ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് നടത്തിയിരുന്നു. അതിൽ തന്നെ അവർ ഈ ദൂരപരിധി നോക്കിയ സമയത്ത് പറഞ്ഞത് ഈ വരവ് വരുന്ന റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ഒരു ദൂരമെന്ന് പറയുന്നത് ഏകദേശം ഒരു 50 മീറ്റർ മാത്രമാണ്. ഏകദേശം ആ ദൂരത്തിൽ തന്നെ ആനയും ഉണ്ടായിരുന്നു. പക്ഷെ അതിലിപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ തന്നെ ഭാരവാഹികളായിട്ടുള്ളവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ പടക്കം പൊട്ടിച്ചതുകൊണ്ടല്ല ആന ഇടഞ്ഞോടിയത്, അപകടമുണ്ടായത് എന്നൊരു കാര്യം ഈ ക്ഷേത്ര കമ്മിറ്റിയിൽ തന്നെ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ സബ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഉണ്ണി, ചെയർമാനാണ് അദ്ദേഹം, അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇതിന്റെ ആ സമയത്തെ ഒരു കാര്യങ്ങൾ എന്തായിരുന്നു? ആന എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? പടക്കമാണോ പ്രശ്നം? നമുക്ക് ആ സമയത്ത് 2 ആന മാത്രമാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഈ കിഴക്കേ നടയിൽ ഉണ്ടായിരുന്നത്. സത്യം നമുക്കിവിടെ 6 ആന വരെ എഴുന്നള്ളിച്ചൊരു സമയമുണ്ടായിരുന്നു. 4 ആനയെ എഴുന്നള്ളിക്കാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ 4 ആനയുടെ പെർമിഷൻ വാങ്ങി. പക്ഷേ ആ സമയത്ത് നമ്മൾ വെറും 2 ആനയെ മാത്രമാണ് തിടമ്പേറ്റുന്നതിന് വേണ്ടിയിട്ട് കിഴക്കേ നടയിൽ വെച്ചിട്ടുള്ളത്. ബാക്കി 2 ആനയെ നമ്മൾ താലപ്പൊലി മഹോത്സവം, തൊട്ടടുത്തുള്ള മഹാക്ഷേത്രത്തിലാണ് താലപ്പൊലി മഹോത്സവം തുടങ്ങുക. അവിടുന്ന് താലപ്പൊലി മഹോത്സവം വരുമ്പോൾ പെർമിഷൻ കിട്ടിയ മറ്റു 2 ആനയെ നമ്മൾ പറ്റാനയായി വെക്കുന്നതിന് വേണ്ടി ഗ്രൗണ്ട്, ഇവിടെ മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ട് ഉണ്ട്, അവിടുന്നാണ് എഴുന്നള്ളത്തം ആരംഭിക്കുന്നത്, മേള ആരംഭിക്കുന്നത്. 2 പറ്റാന അവിടെ വെച്ചുകൊണ്ട് 4 ആനയായിട്ടാണ് വരാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി തീരുമാനിച്ചത്. ഇവിടെ നമുക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് 2 ആനയെ തിടമ്പേറ്റി വെച്ചിട്ട് ക്ഷേത്രം വലം വെച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക്, ഈ മഹാദേവ ക്ഷേത്രത്തിലേക്ക് താലപ്പൊലിക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെ വലം വയ്ക്കുന്ന സമയത്താണ് മുമ്പിലുണ്ടായിരുന്ന ഗോകുലൻ എന്ന ആനയെ പീതാംബരൻ എന്ന ആണ് ആദ്യമായിട്ട് കുത്തുന്നത്. സത്യത്തിൽ ഈ ആനകൾ തമ്മിൽ ശരിക്കും 3 മീറ്റർ 4 മീറ്റർ അകലം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ആനയ്ക്ക് നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനയാണ്, 2 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നും പൂർണ്ണമായി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ആനയെ ബുക്ക് ചെയ്തത്. മാത്രമല്ല ഉത്സവാഘോഷം നമ്മൾ കൃത്യമായിട്ട് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. കമ്പ വടം വെച്ച് നമ്മൾ കൃത്യമായിട്ട് ആളുകളിൽ നിന്ന് അകലം പാലിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം വലം വയ്ക്കുന്ന സമയത്താണ് ഈ ആന കുത്തുന്നതും 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുകയും ചെയ്തത്. ഈ 2 ആനകൾ നമ്മൾ കൊമ്പ് കോർക്കുന്ന സമയത്ത് ആ ഭാഗത്ത് ഈ മറിഞ്ഞ ബിൽഡിങ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായതായി അങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് പീതാംബരൻ എന്ന ആന സാധാരണ പറ്റാനയെ കുത്തുന്ന ഒരു ആനയാണ് എന്ന് ഇപ്പം ജനസംസാരമുണ്ട്. പക്ഷെ നമ്മളെ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആനയെ നമ്മൾ ബുക്ക് ചെയ്യില്ല. നമ്മൾ കൃത്യമായിട്ടും ഗുരുവായൂർ ദിവസത്തിന് ആനയെ തന്നെ എടുക്കാനുള്ള കാരണം ആ ആന എപ്പോഴും സേഫ്റ്റി ആയിരിക്കും, കാരണം ഫിറ്റ്നസ് ഉള്ള ആനയായിരിക്കും എന്ന ഉറപ്പിന്റെ പേരിലാണ് നമ്മൾ ഗുരുവായൂർ ദിവസത്തിന് ആനയെ നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ ഇപ്പോൾ വരവിന്റെ സമയത്ത് വരവിലൊരു ആനയുണ്ടായിരുന്നു, പിന്നെ പീതാംബരനും ഗോകുലും ഈ ക്ഷേത്ര പരിസരത്തും ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഒരു ദൂരപരിധിയൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ ആന നിൽക്കുന്നതിന്റെ അടുത്ത് തന്നെയല്ലേ ഏകദേശം ഈ പടക്കം പൊട്ടിച്ചതും ഏകദേശം ആ ഒരു ദൂരപരിധിയിൽ തന്നെയല്ലേ, ചെറിയ ദൂരത്തിലല്ല? നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് പോയി കൃത്യമായിട്ട് അന്വേഷിച്ചാൽ, നിങ്ങൾക്ക് തന്നെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഈ ക്ഷേത്രം കഴിഞ്ഞാൽ ഇതിന് തൊട്ടപ്പുറകിൽ തിടപ്പള്ളി ഓഫീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുളമുണ്ട്, ക്ഷേത്രക്കുളമുണ്ട്. ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് 3 ഏക്കർ സ്ഥലം ക്ഷേത്രക്കുളമുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പറമ്പിൽ വെച്ചിട്ടാണ് സാധാ മാലപ്പടക്കമാണ് പൊട്ടുന്നത്. ഈ മാലപ്പടക്കം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല കരിമരുന്ന് പ്രയോഗം ആ രീതി ഗണത്തിൽ നമുക്ക് പെടുത്താൻ കഴിയില്ല. കാരണം അതിൽ അമിട്ട്, ഗുണ്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാകും. അത് നമുക്ക് ക്ഷേത്ര ഉത്സവം കഴിഞ്ഞ് വളകം കൂടി ഒരു 10:30 മണിക്ക് വളകം കൂടി കഴിഞ്ഞ് ആനയെ കൃത്യമായിട്ട് സുരക്ഷിത സ്ഥാനത്ത് തളച്ചതിന് ശേഷം മാത്രമാണ് നമ്മളതിന് വെടിക്കെട്ടിന് തീ കൊടുക്കാറ്. അതിന് പല ദൂര സ്ഥലത്തുനിന്ന് ഈ വെടിക്കെട്ട് കാണാൻ ആളുകൾ വരാറുണ്ട്. ആ വെടിക്കെട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആ കെട്ടി അവിടെ നിൽക്കുകയാണത്. അതിലേക്ക് ഈ വെടിക്കെട്ട് കെട്ടിക്കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഈ ഫ്രെയിം വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ കൊണ്ടംപള്ളി ഭാഗത്ത് നിന്ന് വരുന്ന ആഘോഷ വരവുകൾ, അത് അണേര ഭാഗത്ത് നിന്ന് വരുന്ന ആഘോഷ വരവുകൾ 2 ദേശത്തിൻ്റെ ആഘോഷ വരവുകളാണ്. ഇത് ഓരോ കോർണർ എത്തുന്ന സമയത്തും ഞങ്ങൾ ആഘോഷ വരവ് ഇവിടെ എത്തി എന്ന ആ ദേശത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് മാലവെടി പൊട്ടിക്കും. സാധാരണ നമ്മളെ ഓലപ്പടക്കം മാത്രമാണ് പൊട്ടിയത്. അത് ശരിക്കും 100 മീറ്റർ ഡിസ്റ്റൻസ്. ഇന്നലെ CFO ദീപ്തി മേഡം വന്നു. അവർ കൃത്യമായിട്ട് അവർ ഫോറസ്റ്റ് നിന്ന് കൃത്യമായിട്ട് 100 മീറ്റർ അകലമുണ്ട് എന്ന് കൃത്യമായിട്ട് അവർ തന്നെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണിത്. കൃത്യമായിട്ട് അങ്ങനെയാണ്. അതൊരിക്കലും ആനയ്ക്ക് പ്രകോപനം സൃഷ്ടിയില്ല. കാരണം ആനയുടെ മുമ്പെന്ന് ഒരു അമിട്ട് പൊട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും കരിമരുന്ന് പ്രയോഗത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ആന പിന്തിരിഞ്ഞോടുക ചെയ്യുക. ഭയപ്പെട്ട് ആന പിന്തിരിഞ്ഞോടുകയാണ് ചെയ്യുക. എന്നാൽ ആന പിന്തിരിഞ്ഞോടല്ല, ആന വലം വെച്ച് പോകുമ്പോൾ പുറകിലുള്ള പീതാംബരൻ എന്ന് പറഞ്ഞാൽ ആന ഇടിക്കുകയാണ് ചെയ്യുന്നത്. ചില ആനകൾ അങ്ങനെയാണ്, പറ്റാനയെ ആക്രമിക്കും. ഇപ്പോൾ കാഞ്ഞിരശ്ശേരി ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടതാണ്. പറ്റാനയെ മറ്റാന, തിടമ്പേറ്റി ആന. ഇത് 2 തിടമ്പുകളാണ് നമുക്ക് 2 ആനയെ വെക്കേണ്ടി വന്നത്. അതായത് ഈ പടക്കം പൊട്ടിയതല്ല, അതാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് ആ റെക്കോർഡ് കൃത്യമായിട്ട് അറിയാം. കാരണം പടക്കം ആനയുടെ ഒരു 50 മീറ്റർ ആണ് പൊട്ടുന്നതെങ്കിൽ ഉഗ്രസ്ഫോടനത്തിൽ നിങ്ങൾക്ക് റെക്കോർഡ് കിട്ടും.
നിങ്ങൾ വളരെ സൂക്ഷിച്ചാൽ മാത്രമാണ് ആന എഴുന്നള്ള തടമ്പേറ്റി ആന വലം വയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ നേർത്ത വെടിക്കെട്ടുന്ന ശബ്ദം തമ്മിൽ പാലിക്കേണ്ട ദൂരപരിധിയൊക്കെ പാലിച്ചിട്ടുണ്ട്. 3-4 മീറ്റർ അകലത്തിൽ തന്നെയാണ് ആനകൾ നിന്നിരുന്നത്. ഈ പടക്കം പൊട്ടിച്ചത് കുറേ ദൂരെയുള്ള ഒരു ഗ്രൗണ്ടിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആന എന്തുകൊണ്ട് ഇടഞ്ഞു, അല്ലെങ്കിൽ അതാണ് ഇതിനെല്ലാം കാരണം. 3 ജീവനുകൾ. ഇതിൽ ഒരു ആന മറ്റാനയെ ആക്രമിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ ഇപ്പോ അതിനെക്കുറിച്ച് വിവരം കിട്ടുന്നുണ്ട്. ഇങ്ങനെ മറ്റൊരു ആനയെ ആക്രമിക്കുന്ന ആനയായിരുന്നു എന്നുള്ള വിവരം ഇപ്പോഴറിയുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് ഇപ്പോഴും ഈ ക്ഷേത്ര ഭാരവാഹി പറയുന്നത്. അതിന് മുൻപ് സംസാരിച്ച ക്ഷേത്ര ഭാരവാഹിയും ഈ പടക്കം പൊട്ടിച്ചതല്ല ഇതിന് കാരണം, ഇത് വളരെ ദൂരെയാണ് പടക്കം പൊട്ടിച്ചത് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ആനകൾ ഈ പരിചിതമാണ് അത്തരത്തിൽ പോകുന്നത്. അപ്പോൾ അതല്ലാതെ ഒരു ആനയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണ സ്വഭാവം ഉണ്ടായത്, അത് അഗ്രസീവ് ആയതാകാം ഇതിനൊരു പക്ഷേ കാരണം. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെയുള്ള സ്വഭാവമുള്ള ആനകളെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാമോ? അതിനാണ് അവർ പറയുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഗുരുവായൂർ ദേവസ്വത്തിന്റെ എല്ലാം ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിലുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയും പരിശോധിക്കാനുള്ളത്.